14-കാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയ പ്രതിയെ 2 വർഷം കഴിഞ്ഞിട്ടും പിടികൂടാതെ താമരശ്ശേരി പോലീസ്. ഇതിനിടെ പ്രതി താമരശ്ശേരി PC മുക്ക് സ്വദേശി ജയ്ഷാദ് വിദേശത്തേക്ക് കടന്നുവെന്നും ഇയാളെ തിരികെ എത്തിക്കാനുള്ള ഒരു ശ്രമവും പോലീസ് നടത്തിയിട്ടില്ലെന്നും അതിജീവിത മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ വീഡിയോ കാണുന്ന ഈ ന്യൂസ് കാണുന്ന ഒരു ശരാശരി ഇത്തരം അഫയറിലൂടെ പോകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ ഇത്തരം അഫയറിലൂടെ പോയിക്കൊണ്ടിരിക്കണേ ആൾക്കാർ ചിന്തിക്കണം എന്താ കാര്യം അറിയോ? അല്ല, ഇൻ്റെ ആൾ അങ്ങനെയല്ല. എൻ്റെ ആൾ ഭയങ്കര വിശ്വസ്തനും സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനുമാണ് എന്നുള്ളതാണ്. ഒരു മിനിറ്റ്, ഒരു ന്യൂസ് കൂടി ഞാൻ കാണിക്കട്ടെ. ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ 14 വയസ്സുള്ള വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ പ്രതി പിടിയിലായിരിക്കുകയാണ്. തിരുവനന്തപുരം മണ്ണന്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. പുല്ലുവിള സ്വദേശി മനു ആണ് പിടിയിലായത്. 24-കാരനാണ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടാണ് ഈ കുട്ടിയെ മനു പീഡിപ്പിച്ചതും ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതും. ഈ വാർത്ത കേട്ടിട്ടും നിങ്ങളെ ചിന്ത അങ്ങനെ തന്നെയല്ലേ? നിങ്ങളെ കാമുകൻ വളരെ ഡീസൻ്റ് ആണ് എന്നുള്ളത് തന്നെയല്ലേ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഒരാളെ അവിശ്വസിക്കണമെന്നൊന്നും നമുക്ക് നിർബന്ധമില്ല. എല്ലാവരും അമിതമായിട്ട് വിശ്വസിക്കുമ്പോഴുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ അല്ലേ? ആരെങ്കിലും എവിടുന്നെങ്കിലും ഇതേപോലെ വലവിരിച്ച് ഇൻസ്റ്റാഗ്രാമോ മറ്റുള്ള സോഷ്യൽ മീഡിയ വലവിരിച്ച് ഇങ്ങനെ കുറേ മൊയന്തുകൾ കാത്തിരിക്കുന്നുണ്ടാകും കുറേ ആൾക്കാർ. അവർ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ച് അയിമ ഇങ്ങോട്ട് കൊത്തിയെന്ന് കണ്ടാൽ അവർ നിങ്ങൾക്ക് പല വാഗ്ദാനവും തരും. വിവാഹ വാഗ്ദാനം എന്നല്ല, പല ബുർജ് ഖലീഫ വരെ നിങ്ങൾക്ക് നാളെ തന്നെ വാങ്ങിത്തരാന്നൊക്കെ പറയും. അതൊന്നും മനസ്സിലാക്കാതെ അതിലെ കൊണ്ടുപോയി ചാടി കൊടുക്കും. പിന്നെ ആ ചങ്ങായി എവിടേക്ക് വിളിച്ചാലും ചെല്ലുക, ഏത് ഫോട്ടോ പറഞ്ഞാലും അയച്ചു കൊടുക്കുക. പിന്നെ അത് അയച്ചു കൊടുക്കാൻ സംബന്ധിച്ച ഒരു വർത്താനാണ്. ഇത്രയും കാലമായിട്ടാണ് എന്നെ വിശ്വാസമല്ലേ അല്ലേ? അതിൽ വീട് പോകൂലേ? നിങ്ങളുടെ നഗ്ന ഫോട്ടോസ് അയാൾക്ക് എന്തിനാ? നിങ്ങളോടുള്ള മാനസികമായ അടുപ്പാണെങ്കിൽ നിങ്ങളുടെ നഗ്ന ഫോട്ടോ എന്തിനാന്ന് സ്വന്തം ചിന്തിച്ചാൽ പോരെ? അപ്പോൾ നഗ്നമായ ഫോട്ടോ നമ്മൾ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ള ഫോട്ടോസോ വീഡിയോസോ അയച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ബോധമാണ് ഇതിൻ്റെ ഫോണിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കൺട്രോൾ എൻ്റെ അടുത്തല്ല. ഇത് ആരൊക്കെ കാണുന്നോ, എവർക്കൊക്കെ ഷെയർ ആകുന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയൂല. നമ്മളെ മാനസിക അടുപ്പാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണേണ്ട കാര്യം എന്താ? അയാൾക്ക് എന്ത് വാഗ്ദാനം നൽകിയ ആളാവട്ടെ. അപ്പൊ അവിടുന്ന് നമുക്ക് കുറച്ചെങ്കിലും ബോധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടേ ഇയാൾ ഉദ്ദേശം ശരിയല്ല. ഈ 2ാമത്തെ കേസിൽ വീട്ടിലേക്ക് വിളിച്ച് കയറ്റി, വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് കാമുകൻ വീട്ടിൽ വന്നു. കാമുകന്റെ കൂടെ സുഹൃത്തുണ്ടായിരുന്നു. ജ്യൂസിൽ മരുന്ന് കലക്കി കൊടുത്ത് ബോധം കെടുത്തിയിട്ട് 2 പീഡിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മളായിട്ട് വാതിൽ തുറന്നു കൊടുത്തതല്ലേ? ഇത്തരം ആളുകൾ വലവിരിച്ച് ഇരിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണം. എല്ലാവരും അങ്ങനെയാണെന്നൊന്നുമല്ല നമ്മൾ പറയണത്. ഇത്തരം ആളുകളും ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പം അതിലുള്ള ചതിക്കുഴി ഒന്നും മനസ്സിലാക്കാതെ തൻ്റെ കാമുകൻ്റെ അനശ്വരമായ പ്രണയത്തിൻ്റെ ആ ഒരു ഇതിൽ മുഴുകിയിട്ട് നമ്മുടെ ശരീരവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അയാൾക്ക് പങ്കുവെക്കും. അവസാനം ഇജാതി കുടുക്കിൽ പോയി കുടുങ്ങുകയും ചെയ്യും. പൊന്നുമക്കളെ, ഈ ഇൻസ്റ്റാഗ്രാം സജീവമായതിനു ശേഷം ഇതൊക്കെ എത്രാമത്തെ കേസാണ്? എത്ര കേസുകൾ? നമുക്ക് ഇനി എന്നാ നമുക്ക് ബോധം വരിക? നമുക്ക് എന്നാ മനസ്സിലാകുക? ഇപ്പം ഇത് ആരോടെങ്കിലും പറഞ്ഞാലോ ഇയാൾക്ക് എന്താ വിവരല്ലേ? ഇപ്പം എൻ്റെ ആൾ അങ്ങനെയൊന്നുമല്ല, എൻ്റെ ആൾ അങ്ങനെയും ചെയ്യൂല, ഇത്രയും കാലമായിട്ട് ഞങ്ങൾ ഭയങ്കര വിശ്വാസത്തിലാണ്. ആയിക്കോട്ടെ, നിങ്ങൾ അനശ്വരമാണ് എന്ന് കരുതുന്ന പല പ്രണയങ്ങളും എന്തല്ല, അത് അനശ്വരമല്ല, നശ്വരം മാത്രമാണ്. ചില ആളുകളുടെ നശ്വരമായ താല്പര്യങ്ങൾ മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ള ബോധം ഇത്തരം ബന്ധങ്ങൾക്ക് പോകുന്ന നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടായാൽ നല്ലത്.